നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ജോലിസ്ഥലങ്ങളിൽ അപകട മരണത്തിലാലും അല്ലാതെ ഹൃദയാഘാതം മൂലവും മരിക്കുന്ന പ്രവാസികളുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ്. ചങ്കുലയ്ക്കാതെ നമുക്ക് ആ വാർത്തകൾ കേൾക്കാൻ സാധിക്കുകയില്ല. അധികം പ്രായമൊന്നും ആകാതെ തന്നെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ, അവരെ മാത്രം ആശ്രയിച്ച നാട്ടിൽ കഴിയുന്ന കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിക്കേണ്ട സമയം കുടുംബത്തെ പോറ്റാനായി അന്യനാട്ടിൽ പോയി കിടന്ന കഷ്ടപ്പെടുന്നവർ, രോഗാവസ്ഥയാലും അപകട മരണങ്ങളാലും കവർന്നെടുക്കുന്ന ജീവൻ. ഇന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും മലയാളികളായിട്ടുള്ള പ്രവാസികളുടെ മരണവാർത്ത, വിയോഗ വാർത്ത പുറത്തു വരികയാണ്. ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു. പാലക്കാട് ചെറുപ്പളശ്ശേരി സ്വദേശി നിറപ്പറമ്പ് അലിയത്തൊടി കർമുദീനാണ് മരിച്ചത്. 42 വയസ്സ് മാത്രമാണ് പ്രായം. സ്വകാര്യ നിർമ്മാണ കമ്പനിയിൽ 13 വർഷമായി ജീവനക്കാരനായ കമറുദ്ദീൻ കിഴക്കൻ പ്രവിശ്യയിലെ ഖത്തീഫ് സൈഫയിലെ ജോലിസ്ഥലത്ത് നടന്ന അപകടത്തിലാണ് മരിച്ചത്. മൊയ്തു ഫാത്തിമ എന്നിവർ മാതാപിതാക്കളാണ്. ഭാര്യ ഫസീല, മക്കൾ ഫാത്തിമ മിൻഹ, ഫാത്തിമ മിസ്ന, അതുപോലെ തന്നെ ഹെൻസ, മെഹ്റീഷ് എന്നിവരാണ് മക്കൾ. ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ദമാമിൽ ഖബറടക്കും. നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് അൽഖൊബാർ KMCC പ്രസിഡന്റ് ഇക്ബാൽ അനമാട് നേതൃത്വം നൽകും. മറ്റൊന്ന്, സൗദി ജോലിക്കിടെ മലയാളി കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. മലപ്പുറം താനൂർ കാരാട് സ്വദേശി CP നൌഫലാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു പ്രായം. ഗ്ലാസ് ഫിറ്റിംഗ് ജോലിയാണ് ചെയ്തിരുന്നത്. ജോലി നടത്തുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് വീണത്. ബുധനാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വ്യാഴാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. 15 വർഷത്തോളമായി സൗദി പ്രവാസിയായ ഇദ്ദേഹം 1 വർഷത്തോളമായി ഉംലജയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സൗദിയിലും നാട്ടിലും വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു ഇദ്ദേഹം. VVN കുഞ്ഞുമൂസ, CP ഫാത്തിമ എന്നിവരുടെ മകനാണ് അദ്ദേഹം. മറ്റൊരു വാർത്ത വരുന്നത്, സങ്കടം അടക്കാനാകാതെ ജോലിക്കിടയിൽ ഹൃദയാഘാതം മൂലം മരിച്ച മലയാളിയെക്കുറിച്ചാണ്. മലപ്പുറം താനൂർ ഓഴൂർ മണലിപ്പുഴ സ്വദേശി ഷിഹാബ് പറപ്പാറയാണ് മരിച്ചത്. 39 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ജോലി സ്ഥലത്തായിരുന്നു, ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് ഹൃദയാഘാതം വന്നത്. പറപ്പാറ മുഹമ്മദ് കുട്ടി ഖദീജ ദമ്പതികളുടെ മകനാണ് ഷിഹാബ്. ഇപ്പോൾ കല്ലത്താണിയിലാണ് താമസം. അൽ അറ്റ്ലസ് അലൂമിനിയം എക്സ്ട്രൂഷൻ ആൻഡ് ഫോർമിംഗ് ഫാക്ടറി കമ്പനിയുടെ ഓഫീസിലെ ജീവനക്കാരനാണ്. കഴിഞ്ഞ 10 വർഷമായി ഓഫീസ് ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു. രാവിലെ 7:30 ജോലിക്കിടെ ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം ദമാമിൽ മറവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഓരോ ദിവസവും ഇത്തരത്തിൽ പ്രവാസികളുടെ വിയോഗ വാർത്ത നെഞ്ചുലപ്പിക്കുന്നത് തന്നെയാണ്. പ്രവാസ ലോകത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി തൻ്റെ ജീവിതം പച്ചപിടിപ്പിക്കാനായി പ്രവാസിയായി മാറുകയും പാതി വഴിയിൽ ആ യാത്ര ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം കണ്ണീരടങ്ങാൻ നമുക്ക് കഴിയുകയില്ല. ഒരിറ്റ് കണ്ണീരോടെ കൂടി അല്ലാതെ ഈ വാർത്തകൾ കേൾക്കാനും സാധിക്കുകയില്ല.